അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. ആയക്കാട് APC ബദൽ ചർച്ച് ഹാളിന്റെ മതിൽക്കെട്ടിൽ ഒളിച്ച 3 മൂർഖൻ പാമ്പുകളെ പിടികൂടിയ പാമ്പുകളെ വനപാലകർക്ക് കൈമാറും. കോതമംഗലത്തിന് സമീപം ആയക്കാട് IPC ബദൽ ചർച്ച് ഹാളിന്റെ മതിൽക്കെട്ടിൽ ഒളിച്ച 3 മൂർഖൻ പാമ്പുകളെ പിടികൂടി. ചൊവ്വാഴ്ച വൈകിട്ടോടെ ചർച്ച് ഹാളിന് സമീപം ഒരു മൂർഖൻ പാമ്പിനെ പാസ്റ്റർ എൽദോ വർഗീസ് കണ്ടതിനെ തുടർന്ന് വാർഡ് മെമ്പർ ബിൻസിയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പാമ്പുപിടുത്ത വിദഗ്ധരായ മാർട്ടിൻ മേക്കമാലിയും ജുവൽ ജൂഡിയും സ്ഥലത്തെത്തി മതിൽക്കെട്ട് പരിശോധിച്ചപ്പോഴാണ് 3 മൂർഖൻ പാമ്പുകൾ ഉണ്ടെന്ന വിവരം അറിഞ്ഞത്. മാറ്റി ഷൂ ഇട്ടില്ല. തുടർന്ന് ഇരുവരും ചേർന്ന 3 പാമ്പുകളെയും പിടികൂടുകയായിരുന്നു. ആദ്യമായാണ് 3 പാമ്പുകളെ ഒരു മാളത്തിൽ നിന്ന് പിടികൂടിയതെന്ന് മാർട്ടിൻ പറഞ്ഞു. വന്ന് ഈ കല്ല് പൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്ര വലിയ മൂർഖൻ ഓർത്തു. പക്ഷെ നോക്കിയപ്പോൾ 2 ധരിച്ചത്. അപ്പൊ 2 എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എന്റെ സുഹൃത്താണ് ജൂല്. അപ്പൊ ജൂലിനെ വിളിച്ച് 1, 2 അല്ല 3 2 പെൺപാമ്പും 1 ആൺപാമ്പുമാണ്. വലുത് 2 പെണ്ണും 1 ആണുമാണ്. അപ്പോൾ പാമ്പ് ഇണ ചേരുന്ന സമയം എന്ന് പറഞ്ഞാൽ നവംബർ, ഡിസംബർ, ജനുവരിയാണ് പാമ്പ് ഇണ ചേരുന്ന സമയം. പക്ഷെ ഇതിപ്പോ ഫെബ്രുവരി ആയി. യാദൃശ്യമായിട്ട് ജനുവരി എന്നുള്ള ഫെബ്രുവരിയും വരാം. അപ്പൊ ഇണ ചേരുന്ന സമയം ആയതുകൊണ്ടാണ് ഇങ്ങനെ 3 പാമ്പുകളും ഒരുമിച്ച് കണ്ടത്. ഇതൊരു അപൂർവ കാഴ്ചയാണ്. അതും ഒരു പൊത്തിനകത്ത് തന്നെ 3. പിടികൂടിയ പാമ്പുകളെ വനപാലകർക്ക് കൈമാറും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.